ഇത്. എത്ര പേര് രാത്രി വിശ്വസിക്കുന്നുണ്ട്? This is your time. God will change your situation. എത്ര പേർക്ക് ഇന്ന് രാത്രികാലം you need a change. So പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം അസാധാരണമായ തലത്തിൽ ഇവിടെ പരിവർത്തിക്കുന്നത് വിശ്വസിക്കുന്നവർ ഒരല്പസമയം കരം തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആത്മനിറവ് പ്രാപിച്ച ഇത് പെന്തക്കോസ്തുകാരുടെ യോഗമാ. ഈ യോഗത്തിൽ ദൈവശക്തി അനുഭവിക്കുന്ന ദൈവമക്കൾ അസാധാരണമായ വിധത്തിൽ ദൈവത്തെ സ്തുതിച്ചാട്ട്. എന്നോട് ഇന്ന് രാത്രി ദൈവദാസൻ പാടിക്കൊണ്ടിരുന്നപ്പോ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെട്ട ഒരു ദൂതുണ്ട്. ഇന്ന് രാത്രി ചിലരുടെ സ്ഥിതി മാറാൻ പോവാ. നീ പറക്കും, കാക്ക പറക്കുന്നത് പോലല്ല. പറ സെയിം ലൈക്ക് ഈഗിൾ, കഴുകൻ പറക്കുന്നത് പോലെ ദൈവം നിന്നെ പറപ്പിക്കുന്ന രാത്രിയാ. ഇന്ന് രാത്രി എന്റെ ചില നുകങ്ങൾ തകരുമെന്ന് വിശ്വസിക്കുന്നവർ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. ഈ ഓഡിറ്റോറിയത്തിനകത്ത് അസാധാരണമായ തലത്തിൽ ആത്മശക്തി ചലിച്ചുകൊണ്ടിരിക്കുക. അത് അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനെ മരിച്ചവരുടെ ഇടയെന്ന് ഉയർപ്പിച്ചു. എവിടെ വരെ ദൈവശക്തി വ്യാപരിക്കുമെന്ന് പൗലോസ് പറയുക. അർത്തമീസ് ദേവിയുടെ ക്ഷേത്രമുള്ള ആ വിചാരത്തിനും മന്ത്രവാദത്തിനും മന്ത്രച്ചരടിനും ഒത്തിരി പ്രാധാന്യതയുള്ള എഫെസസ് പട്ടണത്തിൽ നിന്നുകൊണ്ട് പൗലോസ് പറയാ, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ആത്യന്തപരമായി വ്യാപരിക്കുന്ന ശക്തി ഇന്ന് രാത്രി എന്റെ ചിന്തകൾക്കപ്പുറത്തൊരത്ഭുതം ദൈവം ഇവിടെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആ കരം ഉയർത്തിപ്പിടിച്ച ഒരല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട്. ഞാൻ ഇവിടെ വന്നത് എനിക്കൊന്നും ചെയ്യാനില്ല, പക്ഷെ എനിക്കൊരാളെ പരിചയപ്പെടുത്താനുണ്ട്. യേശു വന്നിട്ടുണ്ട് അവസ്ഥയെ മാറ്റാൻ. എത്ര പേര് രാത്രി വിശ്വസിക്കുന്നുണ്ട്? യേശു വന്നിട്ടുണ്ട്, യേശു വന്നിട്ടുണ്ട് അവസ്ഥയെ മാറ്റാൻ. വിശ്വസിക്കുന്നവരെ കരം ഉയർത്തിപ്പിടിച്ച് ശക്തിയോട് ഉറക്കെ പറ, യേശു വന്നിട്ടുണ്ട്, യേശു വന്നിട്ടുണ്ട് അവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നോ യേശുവേ, യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നോ യേശുവേ. ചേർന്ന് പഠിക്കേ. ഇന്ന് രാത്രി ദൈവകൃപ അനുഭവിക്കുന്ന ദൈവമക്കൾ എല്ലാവരും കൂടെ ചേർന്ന് പാടി ദൈവത്തെ സ്തുതിച്ച്. യേശു വന്നിട്ടുണ്ട് എന്റെ അവസ്ഥയെ മാറ്റാൻ. വിശ്വസിക്കുന്നവർ ചേർന്ന്, യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നോ യേശുവേ, യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നോ യേശുവേ, യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നോ യേശുവേ. ഞങ്ങളുടെ സാന്നിധ്യത്തെ ഞങ്ങൾ വിശ്വസിക്കുക. ഇന്ന് രാത്രി അങ്ങ് അവസ്ഥയെ മാറ്റാൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഇത് സിറ്റുവേഷൻസ് ചേഞ്ച് ആകുന്ന രാത്രിയാ. നിങ്ങളുടെ മഹത്വം വെളിപ്പെടട്ടെ. ജനത്തെ ബ്ലസ് ചെയ്യുന്നു. തുടർന്ന് ചിന്തിക്കുന്ന വചനത്തിലൂടെ സംസാരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ഈ രാത്രിയുടെ വേദവിചിന്തനത്തിനായി നാം ശ്രദ്ധിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങളാണ്. ലൂക്കോസ് ചാപ്റ്റർ 13 verses 31 and 32. ആ നാഴികയിൽ തന്നെ ചില പരീക്ഷന്മാരടുത്തു വന്ന്, ഇവിടെ വിട്ടുപോയിക്കൊള്ളുക, ഹെരോദാവ് നിന്നെ കൊല്ലുവാൻ ഇച്ഛിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു. അവനവരോട് പറഞ്ഞത്, നിങ്ങൾ പോയ കുറുക്കനോട് പറ, ഇന്ന് നാളെയും ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും 3-ാം നാൾ സമാപിക്കുകയും ചെയ്യും എന്ന് പറ. ഈ വാക്യത്തിൽ നിന്ന് ഇന്ന് രാത്രിയിൽ ഒരു സന്ദേശം നിങ്ങൾക്ക് നൽകുവാൻ താല്പര്യപ്പെടുമ്പോൾ തലക്കെട്ടായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് നിർഭയർ എന്ന ചിന്താ വിഷയമാണ്. നിർഭയർ. ആ ദൈവവചന വിചാരത്തെ യഥാർത്ഥമായി മനസ്സിലാക്കണമെങ്കിൽ ഈ അധ്യായത്തിന്റെ പശ്ചാത്തലം പഠിക്കേണ്ടത് ആവശ്യമാണ്. ഈ അധ്യായത്തിന്റെ പശ്ചാത്തലം ഈ പുസ്തക
ഘടകവുമായിട്ട് ബന്ധപ്പെട്ടതാ. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിലൂടെ, അധ്യായത്തിലൂടെ വാക്യത്തിലേക്ക് വരുവാൻ താല്പര്യപ്പെടുക. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന ചെറുതും വലുതുമായ 150 സംഭവങ്ങളാണ് 4 സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു പറഞ്ഞ 43ഓളം ഉപമകളും, അപ്പോൾ തന്നെ അവന്റെ ജനനവും മരണവും ഉയർപ്പും ഉൾപ്പെടെ 40ഓളം അത്ഭുതങ്ങളും, അങ്ങനെ 150ഓളം സംഭവങ്ങൾ 4 സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ കിങ്ഡം ഓഫ് ഹെവൻ, ദൈവരാജ്യം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ 13 ഉപമകൾ യേശു കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് ആ നാട്ടിലെ സാധാരണമായ പ്രതീകങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് കർത്താവ് ഉപമകളിലൂടെ അവരോട് സംസാരിച്ചത്. 5 ഉപമകൾ കൃഷിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. 4 ഉപമകൾ പണവുമായി ബന്ധപ്പെട്ടതായിരുന്നു. 2 ഉപമകൾ വിരുന്ന് അഥവാ ഫീസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. 1 ഉപമ മീൻപിടുത്തവുമായി ബന്ധപ്പെട്ടതായിരുന്നു. 1 ഭക്ഷണം പാകം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇങ്ങനെ ഈ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഉപമകൾ യേശു കർത്താവ് ഉപയോഗിച്ചപ്പോൾ ദൈവരാജ്യം എന്താണ് എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ 13-ാം അധ്യായത്തിൽ 4ഓളം ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ ഊരിത്തിരിഞ്ഞത് കർത്താവിനോട് അവര് ചോദിക്കുക. ഒന്നാമത്തെ ചോദ്യം 13-ന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യമാണ്. മത്തായി സുവിശേഷം, എ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ അബൌട്ട് ജസ്റ്റിസ്, നീതിയെ കുറിച്ചുള്ള അത് വ്യക്തിപരമായ രാഷ്ട്രീയപരമായ ഒരു ചോദ്യം യേശുവിനോട് ചോദിക്കുക. അപ്പൊ തന്നെ 2ാമത്തെ ചോദ്യം 13-ന്റെ 10 മുതൽ 21 വരെയുള്ള വാക്യം, എ ലീഗൽ ക്വസ്റ്റ്യൻ അബൌട്ട് ശബത്ത്, ശബത്തിനെ കുറിച്ചുള്ള നീതിപരമായ ഒരു ചോദ്യം. അടുത്തത് 13-ന്റെ 22 മുതൽ 30 വരെയുള്ള വാക്യം, എ തിയോളജിക്കൽ ക്വസ്റ്റ്യൻ അബൌട്ട് സാൽവേഷൻ, രക്ഷയെ കുറിച്ചുള്ള നിയമപരമായ ഒരു ചോദ്യം. 13-ന്റെ 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ എ പേഴ്സണൽ ക്വസ്റ്റ്യൻ അബൌട്ട് ഡേഞ്ചർ, അപകടത്തെ കുറിച്ചുള്ള വ്യക്തിപരമായ ചോദ്യം. അപകടത്തെ ഭയക്കാത്ത ആരും തന്നെ ലോകത്തിൽ ഇല്ല, അല്ലെ? 20-ാം നൂറ്റാണ്ടിൽ നിന്ന് മനുഷ്യൻ 21-ാം നൂറ്റാണ്ടിലേക്ക് കാലെടുത്ത് കുത്തിയിട്ട് ആകപ്പാടെ 24 വർഷമാകുന്നുള്ളൂ. 2000 മുതൽ 2024 വരെയുള്ള 24 വർഷം. ഈ 24 വർഷത്തെ സൂക്ഷിച്ചു പഠിക്കുമ്പോൾ ഏകദേശം 44ഓളം മഹാമാരികൾ സംഭവിച്ച ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പ്രത്യേകിച്ചും 2000-ന് ശേഷം ജീവിക്കുന്ന മനുഷ്യർ എന്തെല്ലാം പ്രതിഭാസങ്ങളെ ഭയന്നാണ് ജീവിക്കുന്നത്, അല്ലെ? 2000-ന് ശേഷമാണ് ഓസോൺ പാളിയുടെ സുശീലത്തെ കുറിച്ച് നാം കേൾക്കാൻ തുടങ്ങി. അത് കൂടുതൽ ഓസ്ട്രേലിയയുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കറിയാം. സ്കിൻ ഡിസീസ്, സ്കിൻ ക്യാൻസർ ഉൾപ്പെടെയുള്ള ആ വിപത്തുകൾ ഒരുക്കുന്ന ആ പ്രതിസന്ധിയെ കുറിച്ച് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് തന്നെ 2000-ന് ശേഷം, അല്ലെ? 2000-ന് ശേഷം ആ സുനാമി നാം കണ്ടത്. 2000-ന് ശേഷം ആ ഹിമാലയൻ മഞ്ഞുമല ഉരുകുന്നതിനെ കുറിച്ച് നാം കേട്ടത്. 2000-ന് ശേഷം ശരിക്കും പറഞ്ഞാൽ 17ഓളം വൈറസുകൾ. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ, ടെസ്ലയുടെ ഒക്കെ ഓണർ ആയിരിക്കുന്ന എലോൺ മസ്ക്, അദ്ദേഹത്തിന് മുമ്പ് പട്ടം ചൂടിയത് ബിൽഗേറ്റ്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. 2016 ഒരു TV ഇന്റർവ്യൂവിൽ ബിൽഗേറ്റ്സിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സാറേ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം, പറഞ്ഞ എന്റെ അഭിപ്രായത്തിൽ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഹൈഡ്രജൻ ബോംബോ ആണവ ബോംബോ ഒന്നും അല്ല. എന്റെ അഭിപ്രായത്തിൽ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു വൈറസിന്റെ ആക്രമണമാകാം. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 24 വർഷത്തിനകത്ത് 17 വൈറസുകൾ ആക്രമിച്ച ഒരു ഭൂമിയിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എണ്ണി പറഞ്ഞാൽ സാർസ്, മെർസ്, നിപ്പ, ആന്ത്രാക്സ്, എംബോള, ക്രാന്തിപ്പശു, പന്നിപ്പനി, പക്ഷിപ്പനി, യെല്ലോ ഫംഗസ്, ബ്ലാക്ക് ഫംഗസ്, നോറ വൈറസ്, സിക്ക വൈറസ്, ഡെൽറ്റ വൈറസ് തുടങ്ങി ലോകത്തിലെ 215 രാജ്യങ്ങളെ മുഖം മൂടി അണിയിച്ചതും സോപ്പ് വെള്ളത്തിൽ അരിഞ്ഞു പോകുന്നതുമായ കോവിഡ് ഉൾപ്പെടെ 17 വൈറസുകൾ അനന്തതയുടെ അഗാധത്തിൽ നിന്ന് അടിച്ചുയർന്ന് ഞരഞ്ഞു പതിഞ്ഞ് തീരത്തണയുന്ന തിരമാല പോലെ മനുഷ്യകുലത്തിന് നേരെ കടന്നുകയറ്റം നടത്തിയ ഒരു കലികാലം. ഇവിടെ ഭയക്കാത്ത മനുഷ്യരാരാ? അടുത്ത സമയത്ത് എൻ്റെ ഒരു വായനാനുഭവം ഉണ്ട്. ആൽബർട്ട് ഹിൽക്കോവിച്ചിന്റെ ഒരു കഥ. വിശാലമേറിയ ഒരു കടൽ തീരം, അതിനോട് ചേർന്ന് നിൽക്കുന്ന കൂറ്റൻ മല, ആ കൂറ്റൻ മലയിൽ അതിനേക്കാൾ വലിപ്പമുള്ള ഒരു മതിൽക്കെട്ട്, ആ മതിൽക്കെട്ടിനപ്പുറം തുറന്ന ഒരു ജയിലാണ്. ആ ജയിലിൽ ആരെങ്കിലും അകപ്പെട്ടാൽ ഒരിക്കൽ മാത്രമേ പിന്നീട് അവർ പുറത്തിറങ്ങത്തുള്ളൂ. അത് ജീവനോടല്ല, മരിച്ചതിന് ശേഷം. ആരാ ജയിലിൽ മരിച്ചാലും ആ ജയിലിൽ ഒരാചാരമുണ്ട്. ആ ആചാരം ഇതാണ്: ഒരു പ്രായമുള്ള
അവിടെയുള്ള നീഗ്രോ ആദിവാസിയായ ഒരു മനുഷ്യൻ വന്ന് അവർക്ക് വേണ്ടി തയ്യാറാക്കിയ ആ പെട്ടിക്കകത്ത് ഉപചാരപൂർവം അവരുടെ ശരീരം ഇങ്ങനെ നിക്ഷേപിച്ചതിന് അനന്തരം മണ്ണിൽ വെട്ടിയ ആ കുഴിക്കകത്ത് കൊണ്ട് വലിയ ആഘോഷത്തോടുകൂടി അടക്കം ചെയ്യുന്ന ആ ആചാരം. ഒരിക്കൽ അതിനകത്ത് അകപ്പെട്ടത് ആരെയും ഭയമില്ലാത്ത ധൈര്യശാലിയായ മനുഷ്യനാണ്. അയാൾ അവിടെ ചെന്ന് കേട്ടപ്പോൾ ആളുകളെല്ലാം അയാളോട് പറഞ്ഞു, നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നത് വല്ലാത്ത പ്രതിസന്ധിയിലാണ്, ഇനി ഒരിക്കലും നിങ്ങൾക്ക് പുറത്തിറങ്ങുവാൻ സാധ്യമല്ല. അയാൾ ഭയന്നില്ല. അയാൾ പറഞ്ഞു, ഈ സാഹചര്യത്തെ ഞാൻ അതിജീവിക്കും, ഇതിനപ്പുറം ഞാൻ കടക്കും. അയാള് ആ ജയിലിന്റെ കാലാവസ്ഥ പരിശോധിച്ചു, മനസ്സിലാക്കി ഈ മനുഷ്യന്റെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങളുടെ എല്ലാം കിടപ്പ്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ ഒന്ന് സ്വാധീനിക്കുവാൻ ശ്രമിച്ചു. ആദ്യമൊന്നും ഈ ആദിവാസി വശംവദനായില്ല. ഒടുവിൽ ഈ ആദിവാസി ഇദ്ദേഹത്തിന്റെ സ്നേഹിതനായി മാറി. അങ്ങനെ സ്നേഹിതൻ